ജനങ്ങൾ നവകേരള സദസ്സിനെ എല്ലാ അർത്ഥത്തിലും ഏറ്റെടുത്തെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സദസ്സ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ കലാപത്തിന് പ്രതിപക്ഷം ശ്രമിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോവളത്ത് നടന്ന നവകേരള സദസ്സിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടിന്റെ വികസനം തടയുന്ന കേന്ദ്ര സർക്കാർ നിലപാടുകൾ തിരുത്തണം. ആ നിലപാടാണ് ജനങ്ങൾക്കുള്ളത്. അതിനാലാണ് ജനങ്ങൾ നവകേരള സദസ്സിലേക്ക് ഒഴുകിയെത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നമ്മുടെ നാട് പിന്തള്ളപ്പെട്ടുകൂടാ. നമ്മുടെ നാടിന് കാലാനുസൃതമായ പുരോഗതി ഉണ്ടാവണം. ഇവിടെ നാടിൻ്റെ പുരോഗതി തടയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ അനുവദിക്കാനാവില്ല. അത് തിരുത്തണം. ഇതെല്ലാമാണ് ജനസഹസ്രങ്ങൾ ഈ പരിപാടികളിൽ ഒഴുകിയെത്തി കേരളത്തിൻ്റേതായി പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ. സദസ്സ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ പ്രതിപക്ഷം ആക്രമണത്തിന് ശ്രമിച്ചു. തിരുവനന്തപുരം നഗരിയിൽ ഈ നവകേരള സദസ്സ് സമാപിക്കുമ്പോൾ നവകേരള സദസ്സ് ആരംഭിച്ചപ്പോൾ തന്നെ വലിയ തോതിൽ കലാപം ഉണ്ടാക്കാനുള്ള നീക്കങ്ങളാണ് ആരംഭിച്ചത്. ഈ വാഹനത്തിന് നേരെ തന്നെ കയ്യേറ്റ ശ്രമവുമായി ചാടി വീഴുന്ന അവസ്ഥയുണ്ടായി. നവകേരള സദസ്സ് വിജയിക്കുമെന്ന് കണ്ടപ്പോൾ പ്രതിപക്ഷം രക്തസാക്ഷിയെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് മന്ത്രി സജി ചെറിയാൻ. അപ്പോൾ ഇവിടുത്തെ ഈ സദസ്സ് വിജയിക്കും എന്ന് വന്നപ്പോൾ രക്തസാക്ഷിയെ സൃഷ്ടിക്കണം. അത് കഴിഞ്ഞ് ചെരുപ്പെറിഞ്ഞു, അത് കഴിഞ്ഞ് കല്ലെറിഞ്ഞു, അത് കഴിഞ്ഞ് പോലീസുകാരെ ആക്രമിച്ചു, അത് കഴിഞ്ഞ് വഴിനീളം എന്നവരെല്ലാം ആക്രമിച്ചു. കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിൻ്റെ തലസ്ഥാന നഗരി നടക്കുന്ന എന്താ? ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ. എന്തിനാ അവരെ ഇളക്കി വിടുന്നത്? കോവളത്ത് ജനതയും നവകേരള സദസ്സ് നെഞ്ചിലേറ്റി. കേരള ന്യൂസ്, തിരുവനന്തപുരം.